തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനപിന്തുണയുള്ളവർ ജയിക്കുമോ എന്നുള്ള ഭയം മറ്റു പാർട്ടികളിലുള്ളവർക്ക് അതിയായി ഉണ്ടാകും. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ള ഒരു ജനപിന്തുണ അത് അവിടുത്തെ കോൺഗ്രസിലെയും ഇടതുപക്ഷത്തിലെയും സ്ഥാനാർത്ഥികളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം സുരേഷ് ഗോപി ഒരു നടൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നതിനപ്പുറം അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ്. അവിടെ പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ സത്യസന്ധമാണ് എങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ജനപിന്തുണ എങ്ങനെയും കുറയ്ക്കുക. കാരണം സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു ഭയം സുനിൽകുമാറിനും ഉണ്ടാകാം, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർമാത കത്തീഡ്രൽ പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം ചെമ്പ് പൂശിയതാണോ എന്നാണ് പലരുടെയും സംശയം. അതുമായി ബന്ധപ്പെട്ടാണ്, അതായത് ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ സുരേഷ് ഗോപിക്ക് പോകുമോ എന്നുള്ളൊരു ഭയം ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതുവരെ ഇല്ലാതിരുന്ന ചെമ്പ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്നത്. എന്തായാലും ആ കിരീടം നിർമ്മിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ശില്പി തന്നെ പറയുന്ന വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ആ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. എന്തിനാണ് ഇല്ലാ കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കുന്നത്? ജയിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ കുറുക്കു വഴികളൊന്നും വേണ്ട. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അവർക്ക് വേണ്ടി വികസനങ്ങളും അവരോടൊപ്പം നിൽക്കുക മാത്രമാണ് വേണ്ടത്. അതിന് എങ്ങനെയും ജയിക്കുക എന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള നാറിയ പണികൾ ചെയ്യുന്നവരോടൊന്നും പറയാനില്ല. എന്തായാലും ആ ശില്പി പറയുന്ന വാക്കുകളിലേക്ക്. അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു. കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. അല്ല, ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് ചേട്ടനെ എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസമോ മറ്റോ ആയിട്ടുള്ളൂ. അദ്ദേഹം ഇത് പള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു കിരീടം വേണം, ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു. എൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെയ്യാൻ 17 ദിവസത്തോളം എടുത്തു. ഇവിടെ ആദ്യം വന്ന് നമ്മൾ അളവെടുത്തോണ്ട് പോയി ചെയ്തിട്ട് തിരിച്ചു വന്ന് വെച്ച് നോക്കി രണ്ടാമത് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇന്നത് അദ്ദേഹം മാതാവിന് സമർപ്പിച്ചത്. അത് അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ച് കൊടുക്കുമായിരുന്നു. കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. എന്റെ പേര് എന്റെ ശബരിമലയിലെ കൊടിമരം, ഗുരുവായൂര നാലുകാതൻ വാർപ്പ്, പറമേക്കാവിലെ കൊടി, ഇതെല്ലാം നമ്മളാണ് ചെയ്തത്. ആർട്ടിസാൻസ് ഗ്രൂപ്പ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അപ്പന്റെ പേര് അനന്തനാചാരി, എന്റെ പേര് അനു അനന്തൻ.